ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM കണ്ടെത്തിയ ഒരു വിഷയമായിരുന്നു കോൺഗ്രസ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബലാത്സംഗ പരാതി. എന്നാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിൽ തഴച്ചു വളരാനുള്ള വിത്ത് അത് ഇടതു പാർട്ടികൾ തന്നെ പാകുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം അഴിമതി മറയ്ക്കാൻ വേണ്ടി അവർ നോക്കുകയും എന്നാൽ സ്വയം വെട്ടിലാകുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യമായി തന്നെ LDF പരാജയത്തിന്റെ രുചികൾ മനസ്സിലാക്കി തുടങ്ങി, അല്ലെങ്കിൽ ആ രുചി എന്തെന്ന് അവർ മനസ്സിലാക്കിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ 2025 നടന്ന ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പൊതുവായി തന്നെ പൊതുജന അഭിപ്രായമായി തന്നെ പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും അവർ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. തങ്ങളുടെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കോട്ടകൾ തകർക്കാൻ ഒരാൾക്ക് പോലും കഴിയില്ല എന്ന് അവർ മനസ്സിൽ ആ ഒരു ആത്മവിശ്വാസം അവർ കൊണ്ടു നടന്നു. എന്നാൽ ആ ആത്മവിശ്വാസത്തെ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ BJP ആകട്ടെ ഇവിടെ അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് CPM കോട്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ താമര വിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം ക്രൂരത തന്നെയാണ്. അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് അത് കഴിയുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വിഷയം വീണ്ടും അത് കൊണ്ടുവരികയും കോൺഗ്രസും CPM ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഹുലിനെതിരെ പോരാട്ടം നടത്തി. എന്നാൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് ഫലം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയൊരു തെളിവായി പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് വിജയിക്കാനുള്ള വഴി തുറന്നു നൽകിയിരിക്കുന്നത് CPM തന്നെയാണെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്കിട്ട് പാര പണിയാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം നടത്തിയവർക്കെതിരെയാണ് താൻ ഈ ഒരു മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതായത് രാഹുൽ പറയുന്നത് ജനം പ്രബുദ്ധരാണ് എന്നും എത്ര ബഹളം വെച്ചാലും അവർക്ക് കേൾക്കേണ്ടത് അവർ കേൾക്കുകയും കാണേണ്ടത് കാണുകയും ചെയ്യുമെന്നാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത്. ലൈംഗിക ആരോപണത്തെ തുടർന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുലിന് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ പാലക്കാട് എത്തിക്കൊണ്ട് രാഹുൽ വോട്ട് ചെയ്ത് ഒരു ചായയും കുടിച്ച് മടങ്ങുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. കേരളത്തിൽ കോൺഗ്രസ് തരംഗമാണെന്നുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് രാഹുൽ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല CPM ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഹുലിനെ പരമാവധി നാണം കെടുത്താനുള്ള എല്ലാ വഴികളും തിരഞ്ഞെടുക്കുകയും എന്നാൽ ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാമെന്ന വ്യാമോഹമായിരുന്നു അവർക്കുള്ളിൽ. എന്നാൽ അവർക്കതിന് സാധിക്കാതെ വരികയും എന്നാൽ പല ഇടങ്ങളിൽ പോലും അവർക്ക് അവരുടെ കോട്ടയെന്ന് അവർ തന്നെ വിശ്വസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർക്ക് ഇളക്കം തട്ടിയിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പന്തളം നഗരസഭയിലെ CPM നേതാവായ ലസീത നായർ ആകട്ടെ രാഹുലിനെതിരെ തീവ്ര പരാമർശം നടത്തിയാണ് രംഗത്ത് വന്നത്. ഒടുവിൽ തോറ്റു തുന്നം പാടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയാണവർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹസീന S ആണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് അതിതീവ്രമായ ഒരു പീഡനമാണ് എന്നും മുകേഷ് MLA തീവ്രത കുറഞ്ഞ പീഡനം എന്നതായിരുന്നു ഈ ഒരു വിവാദ പരാമർശം നടത്തിയത്. രാഹുലിൻ്റെത് അതിതീവ്രവുമായ പീഡനവും മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞതുമാണ്. മുകേഷിൻ്റെത് പീഡനമാണെന്ന് CPM അംഗീകരിച്ചിട്ടില്ല എന്നതായിരുന്നു ലസ്സിയുടെ വിവാദ പരാമർശം വന്നത്. എന്നാൽ ഈ വിവാദ പരാമർശം അവിടെ ആ ഒരു വാർഡിൽ അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം രാഹുലിന്റെ പ്രതികരണം വന്നത് ഫേസ്ബുക്കിലൂടെയാണ്. ജനം പ്രബുദ്ധരാണ്, എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും, എത്ര മറച്ചാലും അവർ കാണേണ്ടത് തന്നെ കാണുക തന്നെ ചെയ്യും. ഒളിവിൽ പോയതിനു ശേഷം വരുന്ന രാഹുലിന്റെ ആദ്യ ഒരു പോസ്റ്റ് കൂടിയാണിത്. നവംബർ 27-നായിരുന്നു രാഹുൽ അവസാനമായി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും എന്നതായിരുന്നു ആ പോസ്റ്റ്. അതായത് രാഹുലിന്റെ അവസാനത്തെ പോസ്റ്റ്. യുവതി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും പോലീസ് ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ രാഹുൽ ഒളിവിൽ പോയിരുന്നു. തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് എത്തി വോട്ട് ചെയ്യാനായി പാലക്കാടേക്ക് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.